തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ ഇൻസ്റ്റാമാർട്ട് പോഡിന് മുന്നിൽ ഡെലിവറി തൊഴിലാളികളുടെ പ്രതിഷേധം. പോഡിലെ ജീവനക്കാർ ഡെലിവറി തൊഴിലാളിയെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു ഈ സമരം. കമ്പനി ശൗചാലയം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നുവെന്നാണ് സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളുടെ പരാതി. 15 ദിവസത്തിനകം പരാതികൾ പരിഹരിക്കുമെന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. സ്റ്റേഷനറി സാധനങ്ങൾ ഓൺലൈനായി വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഇൻസ്റ്റാമാർട്ടിന്റെ തിരുവനന്തപുരത്തെ പോഡിലാണ് ഡെലിവറി തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ഇന്ന് രാവിലെ ഡെലിവറിക്കെത്തിയ തൊഴിലാളികളെ ജീവനക്കാർ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഗുണ്ടകളെ പോലെയാണ് ജീവനക്കാർ പെരുമാറുന്നതെന്നും ഡെലിവറി തൊഴിലാളികൾ പരാതിപ്പെടുന്നു. ഈ പയ്യനാണ് ആ ഓർഡർ എടുത്തത്. ആ ഓർഡർ എടുത്ത് അവരോട് പറഞ്ഞപ്പോൾ അവർ അത്രയും ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഇവനെ പിടിച്ച് തള്ളി. കാരണം അവർക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സാധനം എടുത്ത് എറിഞ്ഞു. നമ്മളെന്തോ പുറത്തുനിന്ന് വന്ന് കട്ടെടുക്കാൻ വന്ന പോലെയൊക്കെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. 25-ലധികം വരുന്ന വനിതാ തൊഴിലാളികളും ഡെലിവറി ജോലി നോക്കുന്നുണ്ട്. ഇവർക്ക് ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കമ്പനി ജീവനക്കാർ നിഷേധിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നു. 15 പേര് ഇവിടെ റൈഡേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് പോകാൻ ഒരു ബാത്റൂം ഇല്ല, ഇരുന്നുണ്ണാനായിട്ടുള്ള സ്പേസ് ഇല്ല, ഒന്നും വേണ്ട, ഒന്ന് മുഖം കഴുകാൻ ഒരു പൈപ്പ് ടാപ്പ് പോലും ഇല്ല. ആദ്യം അവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു, അത് ശ്രീധന്യക്കാർ അടച്ചു കളഞ്ഞു. ഇപ്പം ഞങ്ങൾക്കൊരു ബാത്റൂം ഇല്ലാത്ത ഞങ്ങൾ ഒരു വർഷത്തിന് മേളിലായി പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ ബാത്റൂമിൽ കയറാൻ അവർ പറയുന്നത്. ഡെലിവറി നിർത്തിവെച്ചുകൊണ്ട് 1 മണിക്കൂറോളം തൊഴിലാളികൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം കനത്തതോടെ കണ്ടോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി. ഇരുവിഭാഗങ്ങളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് കമ്പനി ഉറപ്പു നൽകി. ഇതേ തുടർന്ന് തൊഴിലാളികൾ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതേസമയം മർദ്ദനമേറ്റ തൊഴിലാളി കണ്ടോൺമെന്റ് പോലീസിലെത്തി പരാതി നൽകും. ജനം, തിരുവനന്തപുരം.